ഓൾ ഇന്ത്യ റാങ്ക് 3,44,088 ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ 89,000 അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ റാങ്ക്. ആൻഡ് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള നീറ്റ് സ്കോർ ഉപയോഗിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കുമോ ഇല്ലയോ ആ ഒരു കാര്യം നമ്മൾ ഹായ് ഓൾ, ദിസ് ഇസ് ANJ. സോ ഓൾ ഇന്ത്യ റാങ്കും നീറ്റ് സ്കോറും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു നീറ്റ് സ്കോർ വെച്ചുള്ള സാധ്യതകളാണ് നമുക്ക് അറിയേണ്ടത്. കേരളത്തിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടുമോ, ഒരു ഗവൺമെന്റ് BDS സീറ്റ് കിട്ടുമോ, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBS BDS കോഴ്സിന്റെ സാധ്യതകൾ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സിദ്ധ, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ നിരവധി കോഴ്സുകളുണ്ട്. ഈ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിരവധി കോഴ്സുകൾ അവൈലബിൾ ആണ്. എയിംസ് പോലത്തെ മെഡിക്കൽ കോളേജുകളിൽ BSc നഴ്സിംഗ് പ്രവേശനം സാധ്യമാണ്. മിലിറ്ററി നഴ്സിംഗിനും AFMCയിൽ ജോയിൻ ചെയ്യാനൊക്കെ ഈ നീറ്റ് സ്കോർ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. സോ അതേതൊക്കെ കോഴ്സുകളാണ്, ആ കോഴ്സിന്റെ സാധ്യതകളൊക്കെ നമ്മൾ പോകെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള നീറ്റ് സ്കോറും അതേപോലെ ഓൾ ഇന്ത്യ റാങ്കും വെച്ച് കേരളത്തിലെ 12 മെഡിക്കൽ കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പ്രവേശന സാധ്യത ഉണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ നീറ്റ് സ്കോറിന് ഈ ഒരു സീറ്റ് ലഭിക്കുമോ, ഈ സീറ്റിൽ പഠിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഓപ്റ്റ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണെങ്കിൽ ആ ഒരു സ്കോറിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്കോർ നമുക്ക് നോക്കാം. യെസ്, എനിവേ കേരള റാങ്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഓപ്പൺ വിഭാഗത്തിന്റെ കാര്യമാണ്. യാതൊരു റിസർവേഷനും ഇല്ലാതെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ആ ഒരു കാറ്റഗറിക്ക് 2023 ഓപ്പൺ വിഭാഗം 864 അവസാനമായിട്ട് പ്രവേശനം കിട്ടുന്നത്. കഴിഞ്ഞ വർഷം 954. സോ 800 900 ഒരു 960 കൂട്ടാം നമുക്ക് ഈ വർഷം. ഈ ഒരു റാങ്കിനിടയിലായിരിക്കും ഇത്തവണയും കേരള റാങ്ക് പോകാൻ സാധ്യത. അതായത് എന്തായാലും നിങ്ങൾ ഒരു 1000-ന് മുകളിൽ കേരള റാങ്ക് പോയാൽ നമുക്ക് പ്രവേശന സാധ്യതകൾ പരിമിതമാണ്. ഓക്കെ, എന്തായാലും ഒരു 900, ഒരു 950, 980 തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് 850ലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. സോ ഇവരുടെ ഈ 954 കിട്ടിയ ആളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 9479 ആയിരുന്നു. അപ്പൊ ഇപ്പൊ വിചാരിക്കുക, ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, അതിലൊരു 9000 8000 റേഞ്ചിലാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വിഭാഗത്തിലാണെങ്കിൽ പോലും പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ബാക്കി കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ഓപ്പൺ വിഭാഗത്തിലാണ് ആദ്യം എല്ലാവരെയും പരിഗണിക്കുക. ഓപ്പൺ വിഭാഗത്തിൽ നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് സംവരണമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. യെസ്, ഈഴവ കാറ്റഗറി. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ വിഭാഗത്തിൽ വരാൻ സാധിച്ചില്ല. ഓക്കെ, നിങ്ങൾ ഈഴവ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. 2023 1822 അതേപോലെ 2024 2483 അഡ്മിഷൻ ലഭിച്ചു. കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 24,695 ആയിരുന്നു. നമുക്കറിയാം, നിങ്ങളുടെ കയ്യിൽ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ ഏകദേശം കേരള റാങ്ക് ഏതിലേക്ക് എത്തുന്ന ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലേക്ക് തന്നെയാണ് ഏകദേശം ഒരു 10,000 ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർ ഒരു 1000 റേഞ്ചിലും, ഒരു 1 lakh ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർ ഒരു 10,000 ആ ഒരു റേഞ്ചിലും ആയിരിക്കും കേരള റാങ്ക് വരുമ്പോൾ എത്തുക. യെസ്, അപ്പോൾ 24,000 ഓൾ ഇന്ത്യ റാങ്കിന് ഈഴവ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 3rd അലോട്ട്മെന്റിലൂടെ പ്രവേശനം ലഭിച്ചിരുന്നു. അതിനുശേഷം സ്റ്റേ വേക്കൻസി റൗണ്ടുമുണ്ട്. യെസ്, മുസ്ലിം കാറ്റഗറി 1313 2023 24 എത്തിയപ്പോൾ 1729 വരെ അഡ്മിഷൻ ലഭിച്ചു. ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഈ വർഷവും വരാൻ പോകുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 17,143. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് LA കാറ്റഗറി. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 4,698 2023 കിട്ടിയത്. 24 എത്തിയപ്പോഴേക്കും 3,101 കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 30,000 അടുപ്പിച്ചായിരുന്നു. അപ്പൊ 3000 ആണെങ്കിൽ ഒരു 30,000, 2000 ആണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 20,000 ആയിരിക്കും. ഓക്കെ, ആ ഒരു റേഞ്ച്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ധീവര കാറ്റഗറിയാണ്. 6,519 2023 ലഭിച്ചതെങ്കിൽ 8,490 2024 ലഭിച്ചു. 8,490 ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 89,526. നെക്സ്റ്റ് വൺ VK കാറ്റഗറിയാണ്. 2,154 2023 കിട്ടിയപ്പോൾ ഏകദേശം ആ റാങ്കിനോട് അടുപ്പിച്ച് തന്നെയാണ് 2024 2197 ആണ് കിട്ടിയത്. ആൻഡ് കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നത്
21,843. അപ്പോൾ 2000 റേഞ്ചുകാർക്ക് 20,000-ലേക്കായിരിക്കും ആൻഡ് ഒരു 1000 റേഞ്ചുകാർക്ക് 10,000-ലേക്കായിരിക്കും ഓൾ ഇന്ത്യ റാങ്ക് വരിക. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ് നെക്സ്റ്റ് വൺ. 2915-ന് 2023-ൽ കിട്ടിയപ്പോൾ 2253-ന് മാത്രമാണ് 2024-ൽ കിട്ടിയത്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 22,405 ആണ്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ അടുത്ത കാറ്റഗറീസ് നോക്കുകയാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷനും അലോട്ട്മെന്റും പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടായിരിക്കും. നിലവിലുള്ള നിങ്ങളുടെ നീറ്റ് സ്കോറും ഓൾ ഇന്ത്യ റാങ്കും അനുസരിച്ചുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ യു ക്യാൻ കോൺടാക്ട് ടു ദിസ് നമ്പർ 8589000309. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങളുടെ നീറ്റ് സ്കോർ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് അറിയിക്കാവുന്നതാണ് ആൻഡ് നിങ്ങളുടെ സാധ്യതകൾ നമ്മൾ അറിയിക്കുന്നതാണ്. യെസ്. And next one is backward Christian category. 3331 2023-ലെങ്കിൽ 2024-ൽ 4070 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 39,756. ഓക്കെ, ഒരു 40,000 റേഞ്ച്. ആൻഡ് KN കാറ്റഗറി 9025 ആണ് 2023-ലെങ്കിൽ 24-ലേക്ക് എത്തിയപ്പോൾ 9950 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 1,07,531 അത്രയും വന്നിട്ടുണ്ട്. 1 lakh റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കേരള റാങ്ക് 10,000 റേഞ്ച് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 lakhലേക്ക് അടുക്കും. ആൻഡ് KU കാറ്റഗറിയാണ് 14,530-ന് 2023-ൽ കിട്ടി. 24 14,436. അതായത് ക്ലോസ് ആണ്. 23-യും 24-ഉം എടുത്താൽ വളരെ ക്ലോസ് ആണ് കുട്ടിയുടെ കേരള റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 1,71,086 ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ SC കാറ്റഗറി 13,377-ന് 2023-ൽ കിട്ടിയപ്പോൾ 24-ൽ 14,549-നാണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 1,72,725. ST കാറ്റഗറി 21,657-ന് 23-ലും 22,304-ന് 24-ലും കിട്ടി. 3,44,088 ഓൾ ഇന്ത്യ റാങ്കിന് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഫൈനലി 3,334-ന് 23-ൽ കിട്ടി. 3,320-ന് വളരെ ചെറിയ വ്യത്യാസം, 14 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. 32,693 ഓൾ ഇന്ത്യ റാങ്ക്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയുമാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. നിങ്ങൾ ഇതിൽ പെടുന്ന ആളുകളാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. MBBS കൂടാതെ MBBS തന്നെ പ്രൈവറ്റ് സെക്ടറിലുണ്ട്, BDS ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, BHMS, BUMS തുടങ്ങി നിരവധി കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളുടെ എല്ലാം സാധ്യത നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.